ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹയർച്ചിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ അവസാനിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചതാണ്, പക്ഷേങ്കിൽ നടക്കും തോന്നുന്നില്ല. അപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ സഫാന എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീയുടെ കോടിക്കണക്കിന് രൂപ ഹയർച്ചെന്ന ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയിരിക്കുന്ന സഫാന എന്ന് പറയുന്ന സ്ത്രീയുടെ കഥ നിങ്ങൾ കേട്ട് കാണുമല്ലോ. ആ സ്ത്രീ ഇത്രയും കോടിക്കണക്കിന് ഉണ്ടാക്കിയതിന് ശേഷം ഇവർക്ക് വേണ്ടിയിട്ട് പൈസ പിരിവ് നടത്തി, ആൾക്കാരെ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തു. അപ്പോൾ ഇത് അറിഞ്ഞ ED അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. എങ്ങനെയുണ്ട്? അപ്പോൾ അതുപോലെയുള്ള ഒരു മത്സരം ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ആ മത്സരം നടന്നു വരുന്നത് നമ്മുടെ ഷിബു സാറും സഫാനും തമ്മിലുള്ളതാണ്. അപ്പോൾ ഇവർ അടുത്ത ഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാം, ഇത് അടുത്ത ഘട്ടത്തിലും ഈ അന്വേഷണം ഇപ്പോൾ തന്നെ 2 പെട്ടിയിലാണ്. ഇവരുടെ കാര്യങ്ങളൊക്കെ, സ്റ്റേറ്റ്മെൻറ്റും ഇവരുടെ മറ്റേ കുറ്റപത്രം എന്ന് പറയുന്നത് 2 വലിയ പെട്ടിയിലാണ് കൊടുത്തത്. അപ്പോൾ ഇനി ആൾക്കാരെ കൂട്ടുമ്പോൾ പെട്ടികളുടെ എണ്ണം കൂടും. അപ്പോൾ അടുത്ത പെട്ടിയിലുള്ള ആൾക്കാരുടെ എണ്ണം, ആൾക്കാരെയൊക്കെ റെഡിയാണ്. അപ്പോൾ അതിലെന്തായാലും ഞാനും ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഷിബു സാറും സഫാനും നടക്കുന്നത്. അപ്പോൾ സഫാൻ എന്തോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ട് അവൻ ഇന്ന് അവൻ്റെ മലപ്പുറം ഡിസ്ട്രിക്ട് ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കി കളിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ പ്രഖ്യാപിച്ച ഒരു സൂം മീറ്റിംഗ്, ഇന്ന് 9:30 ഉണ്ട് എന്ന് പറഞ്ഞ സൂം മീറ്റിംഗ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. സോറി, ടുമാറോ എന്ന് 12 PM ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഷോക്ക് അടിക്കും. അപ്പോൾ അതാണ് ചിലപ്പോൾ സഫാന മനസ്സിലായിട്ടുണ്ടാവും. പിന്നെയുള്ളത് വലിയൊരു കഥയാണ്. കേസിനെ ആസ്പദമായ, നമ്മുടെ ഈ കേസിനെ കുറിച്ചൊക്കെ പറയുന്നത്, കേസിനാസ്പദമായ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ റിപ്പോർട്ട് ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുകയുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ജോലിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു മണി ചെയിൻ പരിപാടി അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് കേൾക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കറക്റ്റാണ്, ഇദ്ദേഹം പറയുന്നത് കറക്റ്റ് തന്നെയാണ്. എന്നാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. അത് ശരിയാണ്. അതിൽ രണ്ടാളുടെ ഭാഗവും കേട്ടിട്ട് ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോടതി തന്നെയാണ്. അത് വളരെ ശരിയാണ്. അപ്പോൾ ഒരു കോടതി ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അല്ല നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, നമുക്ക് അപ്പീലിൽ പോകാനുള്ളതുണ്ട്, അതും ശരിയാണ്. ഇവർ പറയുന്നത് ഒരു കോടതി ശരിവെച്ച കേസുകളിൽ വരെ മേലെ കോടതികളിൽ അപ്പീൽ പോകാൻ കഴിയുന്ന നാടാണ് നമ്മുടേത്. അത് ശരിയാണ്. ഒന്നവാടെ തന്നെ പിടിച്ച് ജയിലിലിടോ തൂക്കിക്കൊല്ലുവോ അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ലാതെ ഇവിടുത്തെ നരഭോജികളായ അപ്പോൾ സംഭവങ്ങൾ ചെറുങ്ങനെ പുറത്തു വരുന്നുണ്ട്. ഇത്ര നല്ല രീതിയിലൊക്കെ എഴുതി വന്ന് ലാസ്റ്റ് ഒരു കുരുപൊട്ടാൻ തുടങ്ങി. നരഭോജികളായ ദൃശ്യ മാധ്യമങ്ങൾ അല്ല ഇതൊന്നും തീരുമാനിക്കുന്ന, നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ, പത്രക്കാരാണ് തീരുമാനിക്കുന്നത് എന്നൊന്നും ആരും പറയില്ല. ഇതൊക്കെ കോടതി തന്നെയാണ്. നിങ്ങൾ കോടതിയിലേക്ക് പോകൂ, കോടതിയിൽ രേഖ കാണിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇവർക്ക് രേഖയില്ലല്ലോ. റിപ്പോർട്ട് വായിച്ച് നോക്കിയവർ മനസ്സിലായി കാണും. അപ്പോൾ ഇവർ റിപ്പോർട്ട് വായിച്ച് നോക്കിയോ? വിദേശത്തെ കടത്തിയെന്ന് ഇപ്പോഴും സംശയം മാത്രമാണ്. അത് എപ്പോഴാണ് അങ്ങനെയൊക്കെ ഇവർ തന്നെ സമ്മതിച്ചു, 80 കോടി വിദേശത്ത് കടത്തിയത് നമ്മുടെ പണമല്ല, ലീഡർമാരുടെ പണമാണ് 80 കോടി എന്ന് ശ്രീനാഥ് പ്രതാപൻ തന്നെ സമ്മതിച്ച കാര്യമാണ്. പിന്നെയും അതിൽ പിടിച്ച് തൂങ്ങണോ മിസ്റ്റർ? അത് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ആണ്. അത് കണ്ടെത്തേണ്ടതുണ്ട്, അത് കണ്ടെത്തേണ്ട വേണം. 10 മാസമായിട്ടും കണ്ടെത്താത്തത് ഇനി എവിടെ നിന്ന് കണ്ടെത്താനാണ്? 10 മാസം. ഇപ്പോൾ ഒരു കേസ് തെളിയിക്കേണ്ട സമയം എന്ന് പറയുന്നത് 10 മാസമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 10 മാസത്തിനിടയ്ക്ക് തെളിയിച്ചില്ലെങ്കിൽ ഇവർ ഫ്രീ ആണ്. അപ്പോൾ ഇനി നമ്മുടെ സുകുമാരക്കുറുപ്പിനൊക്കെ വേഗം വരാൻ വേണ്ടി സാധിക്കും. 10 മാസമല്ല, 10 കൊല്ലം, 20 കൊല്ലം, 30 കൊല്ലമായി അദ്ദേഹം ആ ഒരു ഇൻഷുറൻസ് തുക തട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത്. 10 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ട് ഫ്രീ, ഒരു തെറ്റുമല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. കമ്പനി ഇപ്പോഴും കുറ്റാരോപിതർ മാത്രമാണ്. അത് ശരിയാണല്ലോ.
കോടതി പ്രഖ്യാപിക്കുന്നവരെ കുറ്റാരോപിതർ മാത്രമാണ്. പക്ഷേങ്കിൽ ഇവരെയൊക്കെ കോടതി നമ്മുടെ മറ്റേ ഇതില്ലേ, നമ്മുടെ ഹൈദരാബാദിൽ കുറച്ച് കുറ്റവാളികളെ വെടിവെച്ച് വന്ന പരിപാടിയില്ലേ, അതുപോലെയാണ് ഇത്തരം പച്ചക്ക് മണീച്ചയും നടത്തി ഇവരെയൊക്കെ കുറ്റാരോപിതർ എന്നൊക്കെ പറയുന്നതിന് കുറച്ച് ഉളുപ്പ് വേണം, കുറച്ച് ഉളുപ്പ്. പച്ചക്ക് മണീച്ചയും ചെയ്തിട്ട് ആളെ ചേർത്തിട്ട് അവരുടെ പൈസ പിന്നെ അടിച്ചു മാറ്റിയിട്ട് ഇങ്ങനെ പൊങ്കളാന്തം അടിച്ച് കോട്ടും സൂട്ടും എടുത്ത് നടന്ന ഇവരൊക്കെ ഇപ്പോഴും പറയുന്നത് ഇത് ലീഗൽ ബിസിനസ് എന്നാണ്. ഇതിനൊക്കെ കുറച്ച് ഉളുപ്പ് വേണം. അതൊക്കെ എന്നാലും ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ നടന്ന് കുറേ കോടതിയൊക്കെ നടന്ന് ഇപ്പോൾ കാണുന്നില്ലേ, നമ്മൾ കണ്ടല്ലേ, പിന്നെ ED ഓഫീസിലൊക്കെ പോയിട്ട് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ള അവിടെ പോയവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതങ്ങനെ ഇവർ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ എക്സ്ചേഞ്ച് നടത്തിയവനെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ എക്സ്ചേഞ്ച് നമ്മുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഉണ്ടാക്കി കൊടുത്ത ഒരു തന്നെ തായ്ലൻഡിൽ നിന്നാണ് പൊക്കിക്കൊണ്ടത്. തായ്ലൻഡോ തായ്വാനോ വിദേശത്തു നിന്നാണ് ED പൊക്കിക്കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി സത്യം തിരിച്ചറിയും. എന്നിട്ടാണ് ഇവർ ബഡ്സിൻ്റെ കോടതിയിൽ പോവാതെ ബഡ്സ് കേസ് ഹൈക്കോടതിയിൽ നീട്ടിവെച്ച് വാദിക്കുന്നത്. നീട്ടിവെക്കുക, വക്കീലിനെ മാറ്റുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് പറയുക, ഇതിലൊന്നും പറയാനില്ല. നമ്മുടെ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പിന്നെ നിങ്ങൾ ക്ലെയിം പെറ്റീഷൻ, നിങ്ങളുടെ പണമാണ് ഈ പിടിച്ചെടുത്ത 277 കോടിയെങ്കിൽ നിങ്ങൾക്ക് PMLA കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം നിഷേധിക്കുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇവർ ഓർത്ത് കാണില്ല. കോടതി പറഞ്ഞത് ഇവർ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരാണെന്ന് ഇതിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ജാമ്യം തരാൻ സാധിക്കില്ല എന്നുള്ള PMLA കോർട്ടിൻ്റെ ഒരു വിധിന്യായമുണ്ട്. അപ്പോൾ അതേ കോർട്ടിലൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പ്രൂഫ് കുറഞ്ഞു പോകണ്ട എന്ന് വിചാരിച്ചിട്ട് 2 വലിയ പെട്ടികളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ TV ന്യൂസൊക്കെ കണ്ടവർക്കറിയാം ആ പെട്ടിയുടെ വലിപ്പം കാര്യങ്ങളൊക്കെ. അപ്പോൾ 37 ആൾക്കാർക്കുള്ള പണികളാണ് ആ പെട്ടിയിലുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ പണി എത്രയും പെട്ടെന്നുണ്ടാവും, കാത്തിരിക്കുക, തിരക്ക് കൂട്ടരുത് എന്നാണ് ഈ ലീഡർമാരോട് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോരാൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു പ്രയോറിറ്റി കിട്ടും അടുത്ത ലിസ്റ്റിൽ. പിന്നെ അടുത്ത 2ാം ഘട്ടത്തിൽ എന്തായാലും ഉൾപ്പെടുത്താനുള്ള എല്ലാ അവസരങ്ങളും ED ഒരുക്കി തരുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും തിരക്കുണ്ടെങ്കിൽ പറയുക. എന്നാലും ഒരു ആവേശം കുറവാണ്. ഗ്രൂപ്പൊക്കെ ഓപ്പണാക്കി കുറച്ച് എല്ലാവരെയും ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചീന മാഡത്തിൻ്റെ ഒരു വോയിസ് ഒന്നുമില്ല. ചീന മാഡത്തിൻ്റെ വോയിസും ഇല്ല, എവിടുന്ന് ഒരു വാട്സപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ഉണ്ടോ എന്നറിയില്ല. എന്തായാലും നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ നാളെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. നാളെ 2-ാം തീയതിയാണ്. നാളെ പലതും സംഭവിക്കും. കാത്തിരിക്കുക. ബൈ.